നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡിൽ ബാലൻസ് ഓഫ് ട്രേഡിൽ കുറച്ച് മെച്ചമുണ്ട് അമേരിക്കയായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ അന്തർദേശീയ വ്യാപാരത്തിൽ കുറച്ച് മിച്ചം വരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. നമുക്കിവിടെ ആകെയുള്ള കച്ചവടത്തിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടുള്ള ഒരു രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ അവരുടെ ആ വ്യാപാര മിച്ചം, നമുക്ക് കിട്ടുന്ന വ്യാപാര മിച്ചം, എക്സ്പോർട്ടിൻ്റെ മിച്ചമൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് വരും. അപ്പോൾ ഇത് ഒരു കാര്യമാണ്. ഇതിനേക്കാളും അപകടകരമായൊരു കാര്യം കൂടി ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ടെന്നാണ് ഞാൻ ആശങ്കപ്പെടുന്നതും ഭയക്കുന്നതും. അതും തുറന്നു പറഞ്ഞു പോകുന്നതാണ് നല്ലത്. അത് ഇമ്പോർട്ടിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, ഇന്ത്യയിലെ ഇൻറ്റേർണൽ ടാക്സ് സിസ്റ്റം, ടാക്സ് റേറ്റ് ടാരിഫ്സ്, അതിനെ റീസണബിൾ ആക്കണമെന്നുള്ള ശക്തമായ വാദം ഇത്തരം വലിയ സമ്പന്ന രാജ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ടാക്സിന് 4 സ്ലാബുണ്ട്. GST വന്നതോടുകൂടി തന്നെ സ്റ്റേറ്റുകൾക്ക് വന്ന നഷ്ടം നിങ്ങൾക്കറിയാം. കേരളത്തിന് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ രാജ്യങ്ങൾക്കും, എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടിക്കൊണ്ടിരുന്നത് ആകെയുള്ള നികുതി എന്ന് പറഞ്ഞാൽ റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞാൽ, അന്ന് വരെ സെയിൽ ടാക്സ് ഉണ്ടായിരുന്ന കാലത്ത്, വാറ്റ് ഉണ്ടായിരുന്ന കാലത്ത് 100 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ 15 രൂപ ടാക്സ് ആയിരുന്നു. അതാണ് റവന്യൂ ന്യൂട്രൽ റേറ്റ്. അത് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് GST സമയത്ത് പറഞ്ഞത്. ഇപ്പോൾ എല്ലാ തീരുമാനം എടുക്കുന്നത് GST കൗൺസിലാണ്. സെൻട്രൽ ഗവൺമെൻറ്റാണ് അതിനകത്ത് കൂടുതൽ റോള്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പലപ്പോഴായിട്ട് ടാക്സ് കുറച്ചു. ഇപ്പോൾ 10% മേളിലേ ഉള്ളൂ റവന്യൂ ന്യൂട്രൽ റേറ്റ്. എന്ന് വെച്ചാൽ 1/3 ടാക്സ് കുറഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കും, ടാക്സ് കുറഞ്ഞപ്പോൾ സാധാരണ കസ്റ്റമേഴ്സിന് നല്ല ഗുണമായില്ലേ? അതിന് കേരള ഗവൺമെൻറ് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. ഞങ്ങൾ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് 25 ജനങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു. ഏറ്റവും വില കൂടിയ ലക്ഷറി ഐറ്റങ്ങൾ, അതിന് ടാക്സ് കൂടുതലുണ്ടായിരുന്ന ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള പിന്നെ മൊബൈൽസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ, ഫ്രിഡ്ജ്, ഇങ്ങനെ പലതിനും അതുപോലെ ലക്ഷറി ഐറ്റങ്ങളുടെ ടാക്സ് അവർ കുറച്ചു. ആ ടാക്സ് കുറച്ചപ്പോൾ നമ്മൾ വിചാരിച്ചത് 10% ടാക്സാണ് കുറച്ചത്, ഫ്രിഡ്ജ് പോലെയുള്ള വലിയ 50,000-ൻ്റെ 60,000-ൻ്റെ. ഇത് കസ്റ്റമേഴ്സിന് കിട്ടിയെന്ന് ഞങ്ങൾ പരിശോധിച്ചു. 25 ഇനം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ, GST ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചപ്പോൾ വിലയിൽ ഒരു കുറവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ലാഭത്തിന് അവർ വില കുറച്ചില്ല, ടാക്സിൻ്റെ കുറവ് വന്നത് കമ്പനികളുടെ പ്രോഫിറ്റിലെടുത്തു എന്നുള്ളത് റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ഞങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ടാക്സിൻ്റെ പല കട്ടിങ്ങും ജനങ്ങൾക്ക് ഗുണമുണ്ടായിട്ടില്ല. അതിലും GST വന്നപ്പോൾ ഉണ്ടായ ഭീമമായ നഷ്ടം, അതിൻ്റെ അപകടം ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനം നേരിടുകയാണ്. GST കോമ്പൻസേഷൻ നിർത്തിയോടുകൂടി സംസ്ഥാനത്തിന്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിന് വലിയ നഷ്ടമുണ്ട്. ഇന്നലെ രാജ്യസഭയിൽ വന്ന മറുപടിയിൽ, ഇന്നലെ വന്ന വാർത്തയിൽ, കേരളത്തിന് ഒരു സമയത്ത് കേരളത്തിൻ്റെ പോപ്പുലേഷൻ 3.8% ആയിരുന്ന സമയത്ത് കിട്ടിയിരുന്നതിൽ നിന്നും ഏകദേശം 3.8% നമുക്ക് ആകെയുള്ള ഇന്ത്യയിൽ താഴോട്ട് കൊടുക്കുന്ന നികുതിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നതിൽ നിന്ന് ഇപ്പോൾ അത് 1.9 എന്നുള്ളതൊക്കെ ഇന്നലത്തെ പാർലമെൻറ്റ് മറുപടിയിലുണ്ട്. നമ്മളിവിടെ അസംബ്ലി പറയുന്നതാണ്, പാർലമെൻറ്റ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ GST വന്നതിൻ്റെ ഭാഗമായിട്ടും ഇത് വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടങ്ങൾ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഈ ഇന്ത്യയിലെ 4 നിരക്കുള്ള ടാക്സിനെ വീണ്ടും അത് റാഷണലൈസ് ചെയ്യണമെന്നുള്ള ഇൻ്റർനാഷണൽ ലോബിയിങ്ങിൻ്റെ വളരെ വലിയ നിർബന്ധമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അത് നേരിടാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈലിന് വലിയ ടാക്സ് ഇവിടെ ഇന്ത്യയിൽ തന്നെ, EVക്ക്, ഇലക്ട്രിക് വെഹിക്കിൾസിന് കുറവാണ്. പക്ഷേ ഏറ്റവും വലിയ ടാക്സ് ഉള്ള പുകയില ഉൽപ്പന്നങ്ങളുണ്ട്. ഈ നമ്മുടെ ബോട്ടിൽഡായിട്ടുള്ള എയറേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ കൊക്കക്കോള, അതുപോലെയൊക്കെയുള്ള കോളകളുണ്ട്. മറ്റ് ചില സാധനങ്ങൾ ഹൈ ടാക്സ് ഉണ്ട്. ഓട്ടോമൊബൈലിനും വലിയ ടാക്സാണുള്ളത്. വണ്ടികളുടെ വലുപ്പം അനുസരിച്ചും വിലയനുസരിച്ചും വ്യത്യാസം വരും. ഞാനിപ്പോൾ മുൻകൂട്ടി സംശയിക്കുന്നത് ഇതിനൊക്കെ ടാക്സ് കുറയ്ക്കണം എന്ന് നിർബന്ധം വരും. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകളുടെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും നികുതി വരുമാനത്തിൽ വലിയ ഇടിവ് വരും. സെൻട്രൽ ഗവൺമെൻറ്റിന് സ്വന്തമായിട്ട് നോട്ടടിക്കാൻ അവകാശമുണ്ട്, അവർക്ക് ടാക്സ് ഉണ്ട്, അവർ ഇത് എക്സൈസ് ഡ്യൂട്ടി മേടിക്കുക, എല്ലാം മേടിക്കുക. സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനം ഫർദർ വീണ്ടും സ്ക്യൂസ് ചെയ്യപ്പെടും. ഇപ്പോൾ തന്നെ സ്ക്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് വീണ്ടും. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് മുഴുവൻ വിദേശത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് സാധനം വിൽക്കുന്നവർക്ക് അനുകൂലമായ കാര്യം വരാനാണ്. ടാക്സും സംസ്ഥാനങ്ങളുടെ വരുമാനവും സെൻട്രലിൻ്റെ വരുമാനവും ഇല്ലെങ്കിൽ കൂടുതൽ ആളെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കൂടുതൽ സർവീസസ് കൊടുക്കാൻ പറ്റത്തില്ല, ഹെൽത്തിലും എഡ്യൂക്കേഷനിലും കൊടുക്കാൻ പറ്റില്ല, PSCയിൽ ആളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനൊക്കെ ബാധിക്കും, എല്ലായിടത്തും ബാധിക്കും. അല്ല ഇത് അവിടുന്ന് വരുന്നൊരു സാധനം വില കുറച്ച് കിട്ടാവുന്നുള്ളതല്ല വിഷയം. ടാക്സ് വന്നില്ലെങ്കിൽ, ഇപ്പോൾ തന്നെ ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഇവിടെ ചില വാർത്തകൾ വന്നുകൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് വന്നുകൊണ്ട്, ഇന്ത്യയിലാകെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നടന്ന അപ്പോയിൻമെൻറ്റിൽ PSC അപ്പോയിൻമെൻറ്റ് ഇന്ത്യയിൽ ആകെയുള്ളതിൻ്റെ 60% കേരളത്തിലാണ് നടന്നത്. 3% ജനങ്ങളുള്ള സംസ്ഥാനത്ത് 60% PSC അപ്പോയിൻമെൻറ്റ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇപ്പോൾ തന്നെ നടത്തുന്നില്ല. കേന്ദ്രത്തിൽ 10 ലക്ഷം വേക്കൻസി ഒഴിഞ്ഞു കിടക്കുക. ഇവിടെ ഇതെല്ലാം നടത്തുന്നു, ശമ്പള പരിഷ്കരണം കൊടുക്കുന്നു,
ഇവിടെ മെഡിസെപ്പ് പോലുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ മേഖലയിൽ വലിയ തോതിൽ നടക്കുന്നു. നമ്മുടെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ചികിത്സ ചെയ്യുന്ന ഏറ്റവും സാധാരണക്കാർക്കായിട്ടുള്ള കാരുണ്യ പദ്ധതിയുണ്ട്, SHA പദ്ധതിയുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഈ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സ്റ്റേറ്റ് കേന്ദ്രത്തിൻ്റെ ഈ പല നിലപാടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെല്ലാം നേരിട്ടുകൊണ്ട് ഈ കാര്യം നടത്തുകയാണ്. എല്ലാ സ്റ്റേറ്റുകളും അവരവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ അവർ ഒതുങ്ങി നിന്നാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ടാക്സ് കട്ട് കൂടെ വന്നാൽ അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് കൂടെ വന്നാൽ ഉണ്ടാവുന്ന അപകടം വലുതാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളാണ്. അല്ലാതെ ഇപ്പോൾ 25%, 50% എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഓരോ ദിവസവും പേപ്പർ ഒപ്പിട്ടിട്ട് പറയുന്നതല്ല വിഷയം. ഇന്ത്യൻ എക്കണോമിയെ ബ്രിട്ടീഷുകാർ കോളനിവൽക്കരിക്കുന്ന കാലത്തുണ്ടായിരുന്ന തരത്തിൽ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്കും ചൂഷണത്തിലേക്കും കൊണ്ടുപോകുന്നതിൻ്റെ ചില സ്റ്റെപ്പുകൾ ഇതിൽ പ്രകടമാകുന്നുണ്ടോ എന്നുള്ളതുകൊണ്ട് മുഴുവൻ ജനങ്ങൾ ഒരുമിച്ച് ഇതിനെ നേരിടണം. എന്തായാലും ഇന്ത്യയുടെ ഗവൺമെൻറ്, പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവും ഗവൺമെൻറ് ശ്രമിക്കണം. കാരണം ഇതിന് കീഴ്പ്പെടുക എന്ന് പറയുന്നതല്ല വേണ്ടത്. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് നികുതി നമുക്ക് കൂട്ടാം. നമ്മളൊരു ദുർബലമായ എക്കണോമിയൊന്നുമല്ല, ദുർബലമായൊരു രാജ്യവുമല്ല. അമേരിക്കയുടെ എത്ര ഇരട്ടി ജനസംഖ്യ ഉണ്ട് നമുക്ക്. നമ്മുടെ കൺസംഷൻ പാറ്റേണിൽ തന്നെ വർധനം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഓരോ ആളും ഒരു 100 രൂപയുടെ സാധനം അധികം മേടിക്കാൻ, 1000 രൂപയുടെ സാധനം അധികം മേടിക്കാൻ ഒരു വ്യക്തിക്ക് 1000 രൂപയുടെ സാധനം അധികം മേടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ എക്കണോമി ഒന്ന് വലുതായാൽ എത്രത്തോളം നമുക്ക് ആ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനെ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. ഇങ്ങനെ ഇതിന് പലതരത്തിലുള്ള നിർബന്ധങ്ങൾ ഇനി വരും. ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടൊന്നും വ്യത്യസ്തമായ അഭിപ്രായമൊന്നും വരേണ്ട കാര്യമില്ല. ഇതിനകത്തായാലും പുറത്തായാലും രാജ്യത്തിൻ്റെ താല്പര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഈ നികുതി പരിഷ്കരണത്തിൻ്റെയും ഏകാധിപത്യപരമായ നികുതി ഡയറക്ഷൻ്റെയും നികുതി പ്രഖ്യാപിച്ച യുദ്ധത്തിൻ്റെ പോലെ തന്നെ പ്രഖ്യാപിക്കാത്ത യുദ്ധമായി നടത്തുന്ന ഈ താരിഫ് വാറിൻ്റെയും പിന്നിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് നേരിടേണ്ട ഒരു പ്രശ്നമാണെന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയാനായിട്ട് വിളിച്ചത്.